وَلْتَكُنْ مِنْكُمْ أُمَّةٌ يَدْعُونَ إِلَى الْخَيْرِ وَيَأْمُرُونَ بِالْمَعْرُوفِ وَيَنْهَوْنَ عَنِ الْمُنكَرِ. الحمد لله نحمده وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله صلى الله عليه وعلى آله وأصحابه وسلم تسليما كثيرا. أما بعد. ഇമാം ബർബഹാരി റഹ്മഹുല്ലാഹ് അദ്ദേഹം ഷർഹുസുന്നയിൽ വിവരിച്ചിട്ടുള്ള അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ അഖീദയും മനഹജുമാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ സംസാരങ്ങൾ ഓരോന്ന് പരിശോധിക്കുന്ന സമയത്തും അതെല്ലാം ഹദീസുകളുടെയും അതുപോലെ സലഫു സാലിഹീങ്ങളുടെയും ആസാറുകളുടെ ചുരുക്കമാണ് നമുക്ക് കാണാൻ സാധിക്കും. ഓരോ വാചകങ്ങൾ പോലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഹദീസുകളിലേക്കോ ആസാറുകളിലേക്കോ നമുക്ക് മടക്കാൻ സാധിക്കും. അദ്ദേഹം അവസാനമായി പറഞ്ഞു നിർത്തിയത് ഫൽ കലാമു വൽ ഖുസൂമതു വൽ ജിദാലു വൽ മിറാഉ മുഹ്ദസ്. ഇൽമുൽ കലാം എന്ന് പറയുന്ന ഒരു പുതുതായി ഉണ്ടായിട്ടുള്ള ജ്ഞാനശാഖയെ സംബന്ധിച്ചാണ് പറഞ്ഞിട്ടുള്ളത്. മാത്രമല്ല അവരേർപ്പെട്ടുകൊണ്ടിരുന്ന കാര്യങ്ങൾ, തർക്കവിതർക്കങ്ങൾ, കുതർക്കങ്ങൾ, അതെല്ലാം മുഹ്ദസാണെന്ന് പറഞ്ഞു. ഇവിടെ ഇൽമുൽ കലാം ആദ്യമായിട്ട് ചർച്ച ചെയ്തിട്ടുള്ള വിഷയം അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സിഫാത്തുകളാണ് എന്നുള്ളതാണ്. അപ്പോൾ ഇൽമുൽ കലാം എന്ന് പറയുന്ന ജ്ഞാനം എന്ന് പറയുന്നത് അൽ കലാം എന്ന് പറയുന്ന സംസാരമാണ് അല്ലേ. അപ്പോൾ വചനം, സംസാരം, വചനശാസ്ത്രം എന്നുള്ളതാണ് ഇൽമുൽ കലാമിൻ്റെ നമ്മുടെ ഭാഷയിലുള്ള അർത്ഥം. ഇത് ആ കാലഘട്ടത്തിൽ ഉമ്മവികളുടെ അവസാന കാലഘട്ടത്തിൽ, അബ്ബാസികളുടെ ആദ്യ കാലഘട്ടത്തിൽ ധാരാളമായിട്ട് ഫിലോസഫർമാരുടെ ഗ്രന്ഥങ്ങൾ, ഗ്രീക്ക് ഫിലോസഫി, ഇന്ത്യൻ ഫിലോസഫി ഗ്രന്ഥങ്ങളെല്ലാം മുസ്ലിമീങ്ങൾക്കിടയിൽ പ്രചരിക്കുകയും അതിലൊരുപാട് ആളുകൾക്ക് ആകർഷരാവുകയും ചെയ്തു. അപ്പോൾ ആ രീതിയിൽ ആ തത്വങ്ങൾ വെച്ചുകൊണ്ട് തന്നെ ഫിലോസഫർമാരുടെ ഫൽസഫയുടെ തത്വങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ പരിചയപ്പെടുത്താനും അതുപോലെ തന്നെ ഈ തരത്തിൽ ഗൈബിയായ കാര്യങ്ങൾ പരിചയപ്പെടുത്താനും ശ്രമിച്ച ആളുകളാണ് ഇൽമുൽ കലാമിൻ്റെ ആളുകൾ. അപ്പോൾ മാത്രമല്ല അവർ ആ രീതിയിൽ ഭയങ്കരമായ താർക്കികരായിരുന്നു. ആദ്യ സമയങ്ങൾ അവർ ഫലാസിഫത്തിന് മറുപടി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അവർ ചെയ്തിട്ടുള്ളത്, അവരുടെ തന്നെ രീതി ഉപയോഗിച്ചുകൊണ്ട്. അങ്ങനെ പിന്നീട് വിശ്വാസപരമായിട്ട് വലിയ വ്യതിചലനങ്ങൾ ഉണ്ടായിത്തീർന്നു. പരിശുദ്ധ ഖുർആനും ഹദീസും മാറ്റിവെച്ചുകൊണ്ട് ഈ ഫൽസഫയും ഇൽമുൽ കലാമിലും കെട്ടിമറിയാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ആ തരത്തിലുള്ള ആളുകൾ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അത് അങ്ങനെയുള്ള ആളുകൾ ഏറ്റവും വലിയ സംശയാലുക്കളായി തീർന്നിട്ടുണ്ട്. അതാണ് ഇമാം ബർബഹാരി പറഞ്ഞിട്ടുള്ളത്, യഖ്ദഹു ശക്ക ഫിൽ ഖൽബി, ഹൃദയത്തിൽ സംശയം അത് ഉണ്ടാക്കി തീർക്കുമെന്നുള്ളത്. അത് ഇൽമുൽ കലാമിൻ്റെ എല്ലാ പണ്ഡിതന്മാരെ നോക്കുന്ന സമയത്ത് നമുക്ക് കാണാൻ സാധിക്കും. അവരെല്ലാവരും എന്താണ്, വലിയ സംശയരോഗികളും ചാഞ്ചാട്ടങ്ങളും ഹൈറത്തുകളുടെയും അടിമകളാണ് നമുക്ക് കാണാൻ സാധിക്കും. അവരുടെയൊക്കെ മരണത്തിൻ്റെ മുന്നോടിയായിട്ട് അവരിതിനെല്ലാം തള്ളിപ്പറയുകയും വിലപിക്കുകയും ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അത് ഫഖറുദ്ദീൻ റാസി ചെയ്തിട്ടുണ്ട്, അതുപോലെ ഷഹർസ്ഥാനി, അതുപോലെ പിന്നെ ജുവൈനി പറയുന്നത് ഞാൻ അമൂതു അല അഖീദതി അജൈസി നൈസാബൂറിലെ വൃദ്ധകളായ സ്ത്രീകളുടെ അഖീദയിലാണ് ഞാൻ മരിക്കുന്നത്, ഞാൻ ഇതുവരെ പറഞ്ഞുണ്ടാക്കിയതൊന്നും ശരിയല്ല എന്നുള്ളതാണ് പറഞ്ഞത്. അതുപോലെ റാസിയെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞിട്ടുള്ളത് എന്താണ്, റാസി പറഞ്ഞതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും, നിഹായത്തു ഇഖ്ദാമിൽ ഉഖൂലി ഖാലു വഅഗ്ലബു സഅയിൽ ആലമീന ളലാലു. ബുദ്ധിക്ക് മുൻഗണന കൊടുക്കുക എന്നുള്ളത് അതാണ് ഇൽമുൽ കലാമിലെ ഏറ്റവും പ്രധാനമായ വിഷയം. അതിനെല്ലാം ഒരു കെട്ടുണ്ട് എന്നുള്ളതാണ്.
വഅഗ്ലബു സഅയിൽ ആലമീന ളലാലു, ലോകരുടെ ബഹുഭൂരിപക്ഷം ആളുകളുടെയും പ്രയത്നങ്ങൾ ദലാലത്തിലാണ്. എന്നിട്ട് അയാൾ അവസാനം പറയുന്നത് എന്താണ്? വലം നസ്തഫിദ് മിൻ ബഹ്സിന തൂല ഉംരിന ഇല്ല അൻ ജമഅന ഫീഹി ഖീല വഖാലു. ഈ ആയുസ് ഉടനീളം നാം പഠിച്ച് അതുപോലെ തന്നെ ബഹ്സ് ചെയ്ത് അതിൽ നിന്നൊക്കെ ഉണ്ടായിട്ടുള്ള ഉപകാരം എന്താണ്? ഒരുപാട് ഖീല വഖാലുകൾ ഒരുമിച്ച് കൂട്ടി. അവർ പറഞ്ഞു, ഇന്നവർ പറഞ്ഞു, ഇവിടെ അരിസ്റ്റോട്ടിൽ പറഞ്ഞു, അതുപോലെ പ്ലാറ്റോ പറഞ്ഞു, അതുപോലെ ഇബ്നു സീന പറഞ്ഞു. ഇങ്ങനെ പറഞ്ഞതല്ലാണ്ട് ഇങ്ങനെ പറഞ്ഞു എന്നുള്ളത് മാത്രമാണ് അവർ ഞങ്ങൾ ഒരുമിച്ച് കൂട്ടിയിട്ടുള്ളൂ എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ ഗസാലിയെ സംബന്ധിച്ചിടത്തോളം അയാൾ വലിയ ഫഖീഹായി അറിയപ്പെട്ട് മുതക്കല്ലിമായി അറിയപ്പെട്ടതിന് ശേഷം ഒരു കാലയളവ് സംശയരോഗിയായി ആയിട്ടുണ്ട് എന്നുള്ളതും, പിന്നീട് അയാൾക്ക് ഏറ്റവും അടിസ്ഥാന വിഷയങ്ങൾ വരെ സംശയം തോന്നി, അള്ളാഹുവിൻ്റെ വജൂദിൽ വരെ സംശയം തോന്നിയ അവസ്ഥ അയാൾക്ക് ഉണ്ടായിരുന്നു എന്നുള്ളത് അയാൾ തന്നെ രേഖപ്പെടുത്തിയതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇത് ഇൽമുൽ കലാമിൻ്റെയും തർക്കത്തിൻ്റെയും ബുദ്ധിക്ക് പ്രാമുഖ്യം കൊടുക്കുന്ന ആളുകളെ ഒക്കെ നമുക്ക് പരിശോധിച്ചാൽ കാണാൻ സാധിക്കും അങ്ങേയറ്റത്തെ സംശയരോഗികളായിരിക്കും. അതുകൊണ്ടാണ് ഇവിടെ ബർബഹാരി റഹ്മത്തുള്ളാഹി അടുത്തതായി പറയുന്നത്, വഅലം റഹിമക്കല്ലാ, നീ അറിയുക, അള്ളാഹു നിനക്ക് റഹ്മത്ത് ചെയ്യട്ടെ, അന്നൽ കലാമ ഫിർ റബ്ബി തആല മുഹ്ദസ്, അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ വിഷയത്തിലുള്ള ഇൽമുൽ കലാമിൻ്റെ വഴിയിലൂടെയുള്ള സംസാരം അത് പുതുതായി ഉണ്ടായതാണ്. വഹുവ ബിദ്അത്തും വദലാല, അത് ഏറ്റവും കൊടിയ ബിദ്അത്തും ദലാലത്തുമാണെന്ന് പറഞ്ഞു. ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് എങ്ങനെയാണ് പഠിപ്പിച്ചിട്ടുള്ളത്? അള്ളാഹുവിനെ പരിചയപ്പെടുത്തിയിട്ടുണ്ടോ? ഉണ്ട്. പരിശുദ്ധ ഖുർആനിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടുള്ളത് അള്ളാഹു സുബ്ഹാനഹു വ തആലയെ സംബന്ധിച്ചാണ്. അവൻ്റെ അസ്മാ സിഫാത്തുകൾ, അവൻ്റെ അഫ്ആലുകളെ സംബന്ധിച്ച്, അതുപോലെ തന്നെ അവനുള്ള ഹക്കിനെ സംബന്ധിച്ച്, അവൻ്റെ ഉലൂഹിയത്തിലുള്ള അവൻ്റെ ഹക്കിനെ സംബന്ധിച്ചാണ് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ അവൻ്റെ കൽപ്പന വിലക്കുകൾ. ഇതാണ് പരിശുദ്ധ ഖുർആൻ എന്ന് പറയുന്നത്. ഉടനീളം അള്ളാഹുവിനെ പരിചയപ്പെടുത്തലാണ്. ഇത് ആ രീതിയിൽ തന്നെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിന് പഠിപ്പിച്ചു കൊടുത്തിട്ടുള്ളത്. അള്ളാഹു സുബ്ഹാനഹു വ തആലയെ എന്തു ചെയ്യും? അള്ളാഹു സംസാരിക്കുന്നവരാണെന്നും അവന് കൈയുണ്ട്, കണ്ണുണ്ട്, അതുപോലെ തന്നെ കേൾവിയുണ്ട്. ആഖിറത്തിൽ വെച്ചുകൊണ്ട് അവനെ മുഅ്മിനീങ്ങൾക്ക് ദർശിക്കാൻ സാധിക്കും, നേരിട്ട് കാണാൻ സാധിക്കും എന്നുള്ളത്. അപ്പോൾ അതിനു വേണ്ടിയിട്ടുള്ള പ്രയത്നങ്ങളാണ് എന്ത് ചെയ്തിട്ടുള്ളത്? അള്ളാഹുവിനെ കാണുക എന്നുള്ളതിന് വേണ്ടിയുള്ള പ്രയത്നങ്ങളാണ് എന്ത് ചെയ്തിട്ടുള്ളത്? എല്ലാ അമലുകൾക്കും പുറകിലായിട്ടുള്ളത്. സഹാബത്ത് ആ രീതിയിൽ തന്നെ പരിശുദ്ധ ഖുർആനിൽ എങ്ങനെ വന്നു, ഹദീസുകളിൽ എങ്ങനെ വന്നു അള്ളാഹുവിനെ പറ്റി, അതങ്ങനെ തന്നെ വിശ്വസിച്ചു. താബിഈങ്ങൾ എത്രത്തോളം ഇസ്ലാമിൽ ആദ്യമായിട്ടുണ്ടായ ബിദ്അത്താണ് ഖവാരിജുകളുടെ ബിദ്അത്ത്. ശേഷം റാഫിദുകളുടെ ബിദ്അത്ത് ഉണ്ടായി, ഷിഈകളുടെ ബിദ്അത്ത്, അതുപോലെ ഇർജാ ഉണ്ടായി. അതുപോലെ തന്നെ ഷിയായിസത്തിൻ്റെ വിപരീതമായി നാസബിയത്ത് ഉണ്ടായി. അഹ്ലുൽ ബൈത്തിനോടും അലി റളിയല്ലാഹു അൻഹുവിനോടും ഒക്കെ വിദ്വേഷം വെച്ച് പുലർത്തുന്ന ആളുകളുണ്ടായി. ശേഷം ഖദരികൾ വന്നു. ഇവരൊന്നും തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ സിഫാത്തുകളെ സംബന്ധിച്ച്, അള്ളാഹുവിനെ സംബന്ധിച്ച് ഈ തരത്തിലുള്ള സംസാരങ്ങൾ ആരും നടത്തിയിട്ടില്ല. ഖദരികൾ അള്ളാഹുവിൻ്റെ അഫ്ആലുകളെ സംബന്ധിച്ച് എന്ത് ചെയ്തിട്ടുണ്ട്? സംസാരിച്ചിട്ടുണ്ട്, പിഴച്ച രീതിയിലുള്ള സംസാരം നടത്തിയിട്ടുണ്ട്. എന്നാൽ വ്യാപകമായി അള്ളാഹുവിൻ്റെ അസ്മാ സിഫാത്തുകളെ സംബന്ധിച്ച്, അഫ്ആലുകളെ സംബന്ധിച്ച് ഈ രീതിയിലുള്ള സംസാരം ഒരു ബിദ്അത്തുകാരും നടത്തിയിട്ടുണ്ടായിരുന്നില്ല. ഞാൻ പറഞ്ഞതുപോലെ ഉമവികളുടെ അവസാന കാലഘട്ടത്തിലാണ് പിന്നീട് ജഅദ് ബിൻ ദിർഹം എന്ന് പറയുന്ന ഒരു വ്യക്തി രംഗത്ത് വരുന്നത്. അയാളാണ് എന്ത് ചെയ്യുന്നത്? ഈ ജഹ്മിയ എന്ന് പറയുന്ന വിഭാഗത്തിൻ്റെ അതിൻ്റെ വാദ മുഅസ്സിസായിട്ടുള്ള വ്യക്തി. പക്ഷേ ജഹ്മിയത്ത് അറിയപ്പെടുന്നത് ഈ ജഅദ് ബിൻ ദിർഹമിൻ്റെ ശിഷ്യനായിട്ടുള്ള ജഹ്മ ബിൻ സഫ്വാൻ്റെ പേരിലാണ്. അപ്പോൾ ഇവരാണ് ആദ്യമായിട്ട് എന്ത് ചെയ്തിട്ടുള്ളത്? അള്ളാഹുവിനെ സംബന്ധിച്ച് ഈ ഫലാസിഫത്തിൻ്റെ രീതിയിലുള്ള സംസാരങ്ങൾ മുസ്ലിം നാമധാരികളായ ആളുകൾ നടത്തുന്നത്. ഈ ജഅദ് ബിൻ ദിർഹം ഇന്ത്യയിലേക്ക് യാത്ര ചെയ്തതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഇന്ത്യൻ ഫിലോസഫർമാരായിട്ട് നേരിട്ട് കാണുകയും അതിൻ്റെ ഇൻഫ്ലുവൻസ് ഉണ്ടായിട്ടുണ്ട്. ഗ്രീക്ക് ഫിലോസഫിയുടെ ഇൻഫ്ലുവൻസ് ഉണ്ടായിട്ടുണ്ട്. മക്കീ ബിൻ ഇബ്രാഹിം റഹ്മത്തുള്ളാഹി പറയുന്നു, അള്ളാഹു സുബ്ഹാനഹു വ തആല അർശിൻ്റെ ഉപരിയിലല്ല എന്ന്
ആദ്യമായി പ്രഖ്യാപിച്ചിട്ടുള്ളത് അത് ജഅദ് ബിൻ ദിർഹമാണ് എന്നുള്ളത്. അപ്പോൾ ബിദഅത്തുകളുടെ കൂട്ടത്തിൽ ഏറ്റവും അവസാനം വന്ന ഒരു ബിദഅത്താണത് ജഹ്മികളുടെ ബിദഅത്ത് എന്ന് പറയുന്നത്. പക്ഷേ മുൻകഴിഞ്ഞ ബിദഅത്തുകളെക്കാളെല്ലാം ഗൗരവം കൂടിയിട്ടുള്ള ഏറ്റവും കുഫറായിട്ടുള്ള ബിദഅത്താണ് എന്ത്? ജഹ്മികളുടെ ബിദഅത്ത്. കാരണം അല്ലാഹു സുബ്ഹാനഹു തആലയെയാണ് എന്ത് ചെയ്യുന്നത്? പരിശുദ്ധ ഖുർആനും ഹദീസും പരിചയപ്പെടുത്തി അള്ളാഹുവിനെ മാറ്റിവെച്ചുകൊണ്ട് ഫിലോസഫർമാർ പരിചയപ്പെടുത്തി അവരുടെ ദൈവവിശ്വാസമാണ് എന്ത് ചെയ്യുന്നത്? അവരെന്ത് ചെയ്യുന്നത്? ഇസ്ലാം എന്ന പേരിൽ മുസ്ലിമീങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. അങ്ങനെ അള്ളാഹുവിൻ്റെ സിഫാത്തുകളെല്ലാം നിഷേധിച്ചു, അസ്മാഇകൾ നിഷേധിച്ചു, ഹദീസുകൾ നിഷേധിച്ചു. അപ്പോൾ അതുപോലെ തന്നെ അള്ളാഹു സുബ്ഹാനഹു തആലയുടെ അഫ്ആലുകൾ നിഷേധിച്ചു. ഇങ്ങനെ ഗുരുതരമായിട്ടുള്ള ഒരു ബിദഅത്താണ് രൂപപ്പെട്ടിട്ടുള്ളത്. ഈ ബിദഅത്തിൽ ആർക്ക് ആകർഷകരായി? മുഅ്തസിലികൾ ഈ ബിദഅത്തിൽ ആകർഷകരായി. അങ്ങനെ അവരും ഇവരുടെ കൂടെ ഈ ആശയം അവരിൽ നിന്ന് സ്വീകരിക്കുകയും അവരോടൊപ്പം ചേരുകയും ചെയ്തു. അപ്പോൾ നോക്കൂ, അന്നൽ കലാമ ഫിർ റബ്ബി തആല മുഹ്ദസ്. ഈ ഇൽമുൽ കലാമിൻ്റെ വഴിയെ അള്ളാഹുവിൻ്റെ വിഷയത്തിൽ, അസ്മാ സിഫാത്തിൻ്റെ വിഷയത്തിൽ സംസാരിക്കൽ അത് മുഹ്ദസാണ്. വഹു ബിദ്അത്തും വദലാല, അത് ബിദ്അത്തും വഴികേടുമാണ്. എന്നിട്ട് പറയുന്നു വലാ യുതകല്ലമു ഫിർ റബ്ബി ഇല്ലാ ബിമാ വസഫ ബിഹി നഫ്സഹു അസ്സ വജല്ല ഫിൽ ഖുർആൻ. അല്ലാഹു സുബ്ഹാനഹു വതആല അവൻ്റെ പരിശുദ്ധ ഖുർആനിൽ അവനെ എങ്ങനെയാണോ വിശേഷിപ്പിച്ചിട്ടുള്ളത്, എങ്ങനെയാണോ പരിചയപ്പെടുത്തിയത്, ആ രൂപത്തിൽ മാത്രമാണ് അള്ളാഹുവിനെ സംബന്ധിച്ച് സംസാരിക്കാൻ പാടുള്ളൂ. വമാ ബയ്യന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലി അസ്ഹാബിഹി. സഹാബത്തിന് എങ്ങനെയാണോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിനെ പരിചയപ്പെടുത്തിയത്, അള്ളാഹുവിനെ വിശേഷിപ്പിച്ചിട്ടുള്ളത്, ആ രൂപത്തിൽ മാത്രമാണ് അള്ളാഹുവിനെ സംബന്ധിച്ച് നമുക്ക് സംസാരിക്കാൻ പാടുള്ളൂ. ഈ പറഞ്ഞ വാചകം ഇത് ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലാ പറഞ്ഞിട്ടുള്ളതാണ്, ഇമാം ഷാഫിഈ റഹിമഹുല്ലാ പറഞ്ഞിട്ടുള്ളതാണ്, എല്ലാ അയിമ്മത്തുകളും പറഞ്ഞിട്ടുള്ളതായിട്ട് നമുക്ക് അഖീദയുടെ ഗ്രന്ഥങ്ങളൊക്കെ കാണാൻ സാധിക്കും. ലുമഅത്തുൽ ഇഅ്തിഖാദിൽ ഇതേ വാചകത്തിൽ ഇമാം അഹ്മദ് പറഞ്ഞതായിട്ടും ഷാഫി പറഞ്ഞതായിട്ടും ഒക്കെ ഇബ്നു ഖുദാമ റഹിമഹുല്ലാ ഉദ്ധരിച്ചതായിട്ടും കാണാൻ സാധിക്കും. വഹുവ ജല്ല സനഉ വാഹിദ്. അല്ലാഹു സുബ്ഹാനഹു വതആല അവൻ്റെ കീർത്തി അങ്ങേയറ്റം മഹത്തരമായിട്ടുണ്ട്. അവൻ ഏകനാണ്. ലൈസ കമിസ്ലിഹി ഷൈ, അവനെപ്പോലെ യാതൊന്നും തന്നെയില്ല എന്ന് പറയുമ്പോൾ അവന് ഒരു സിഫാത്തുമില്ല എന്നുള്ളതല്ല അതിൻ്റെ അർത്ഥം. അവന് സമന്മാരില്ല, സദൃശരില്ല എന്ന് പറയുമ്പോൾ അവന് സിഫാത്തുകളില്ല എന്നല്ല അർത്ഥം. മറിച്ച് അവന് സിഫാത്തുകളുണ്ട്, അവന് നിരവധി സിഫാത്തുകളുണ്ട്. ആ സിഫാത്തുകൾക്ക് തുല്യരായ ആരുമില്ല എന്നുള്ളതാണ് അർത്ഥം. വഹുവ സമീഉൽ ബസീർ, അവൻ എല്ലാം കേൾക്കുന്നവനും എല്ലാം കാണുന്നവനുമാണ്. സിഫാത്തുകളുണ്ട്, നിരവധി സിഫാത്തുകളുണ്ട്. ആ സിഫാത്തുകൾക്ക് യാതൊരു സമന്മാരോ അതുപോലെ തന്നെ സദൃശ്യരോ ഇല്ല. അത് അള്ളാഹുവിൻ്റെ സിഫാത്തുകൾ അങ്ങേയറ്റത്തെ പൂർണ്ണതയുടെ, ഏറ്റവും വലിയ പൂർണ്ണതയുടെ സിഫാത്തുകളാണ് അള്ളാഹുവിൻ്റെ സിഫാത്തുകൾ. ഈ ആയത്ത് അസ്മാ വസിഫാത്തിൻ്റെ വിഷയത്തിലുള്ള ഏറ്റവും വലിയ തത്വമായിട്ടുള്ള ആയത്താണ്. അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ അഖീദ വിവരിക്കുന്ന ഏറ്റവും കൃത്യമായിട്ടുള്ള ജാമിഅായിട്ടുള്ള ആയത്താണ്. അപ്പോൾ എന്നിട്ട് ഇവിടെ ബർബഹാരി റഹ്മത്തുള്ളാഹി പറയുന്നു, റബ്ബുന അവ്വലുൻ ബിലാ മത വആഖിറുൻ ബിലാ മുൻതഹ യഅലമു സിർറ വഅഖ്ഫ. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മുടെ റബ്ബ്, അവൻ അവ്വലുൻ ഒന്നാമതായി ഉള്ളവനാണ്. അവൻ്റെ മുമ്പ് ആരുമില്ല, അവന് ആരംഭവുമില്ല. അള്ളാഹു സുബ്ഹാനഹു വതആല അവ്വലാണെന്ന് പറയുമ്പോൾ അവൻ അനാദിയിലുള്ളവനാണ്, അവൻ്റെ മുമ്പ് യാതൊന്നും തന്നെയില്ല. അപ്പോൾ അള്ളാഹു എപ്പോഴാണ് എന്ന് നമുക്ക് ചോദിക്കാൻ പാടില്ല, എപ്പോൾ എന്ന് ചോദിക്കാൻ പാടില്ല. കാരണം അവൻ അനാദിയിലെ ഉള്ളവനാണ്, അല്ലേ? അവനുണ്ടായവനല്ല. വആഖിറും ബിലാ മുൻതഹ, അതുപോലെ തന്നെ അള്ളാഹു സുബ്ഹാനഹു വതആല എന്നെന്നും നിലനിൽക്കുന്നവനാണ്, അറ്റമില്ലാതെ നിലനിൽക്കുന്നവനാണ് എന്ന്. യഅലമു സിർറ വഅഖ്ഫ, രഹസ്യവും പരസ്യവും അവൻ അറിയുന്നു. വഹുവ അലാ അർശിഹി ഇസ്തവ, അവൻ അർശിൻ്റെ മേൽ ഉപരിയിലാണ് എന്ന് പറഞ്ഞു. നോക്കൂ,
ഇവിടെ 4 പ്രധാനപ്പെട്ട 4 കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. അത് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അതാണ് ഹുവൽ അവ്വലു വൽ ആഖിറു വൽ-ളാഹിറു വൽ ബാത്തിൻ, സൂറത്തുൽ ഹദീദിലെ ആയത്താണ്. ഇത് 4 സിഫാത്തുകളാണ് ഇവിടെ ആദ്യമായി വിശദീകരിച്ചിട്ടുള്ളത്. അത് ഇമാം മുസ്ലിം നിവേദനം ചെയ്തിട്ടുള്ള ഹദീസിൽ അതിൻ്റെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചായിട്ട് കാണാൻ സാധിക്കും. അൻതൽ അവ്വലു ഫലൈസ ഖബ്ലക ഷൈ, റബ്ബേ നീ ഒന്നാമതായി ഉള്ളവനാണ്, നിനക്ക് മുമ്പ് ആരുമില്ല. വ അൻതൽ ആഖിറു ഫലൈസ ബഅദക ഷൈ, നീ എന്നേക്കും ഉള്ളവനാണ്, നിനക്ക് ശേഷം ആരുമില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ഹയാത്തിന് അറ്റമില്ല. വ അൻത ളാഹിറു ഫലൈസ ഫൗഖക ഷൈ, നീ ളാഹിറാണ്, എല്ലാത്തിൻ്റെയും ഉപരിയിൽ അതിജയിച്ചവനാണ്, ഏറ്റവും പ്രകടമായവനാണ്, നിനക്കുപരിയിൽ ആരുമില്ല. അള്ളാഹു മുഴുവൻ സൃഷ്ടികൾക്കും ഉപരിയിലാണുള്ളത്. വ അൻതൽ ബാത്തിനു ഫലൈസ ദൂനക ഷൈ, നീ എല്ലാത്തിനും ഉള്ളിലുള്ളവനാണ്, നിനക്ക് ഉള്ളിലൊന്നുമില്ല എന്ന്, അല്ലെങ്കിൽ അതിലേറെ അകത്തായി യാതൊന്നും തന്നെയില്ല എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ്? അള്ളാഹുവിൻ്റെ അറിവ് എല്ലാത്തിൻ്റെ ഉള്ളിലും എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. എല്ലാ രഹസ്യങ്ങളും പരസ്യങ്ങളും എല്ലാ സൂക്ഷ്മമായിട്ടുള്ളതും അതുപോലെ തന്നെ പ്രകടമായിട്ടുള്ള കാര്യങ്ങളും അള്ളാഹു എന്ത് ചെയ്യുന്നു? വിശദമായി അറിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അള്ളാഹുവിൻ്റെ ഇൽമ് എന്നുള്ളത് എല്ലാ കാര്യങ്ങളും അവനും എല്ലാത്തിൻ്റെയും ബാത്തിനുകൾ അള്ളാഹു അറിയുന്നു എന്നുള്ളതാണ് 4ാമത് പറഞ്ഞതിൻ്റെ അർത്ഥമായിട്ടുള്ളത്. ഇവിടെ ഈ ആയത്തിൻ്റെ വിശദീകരണമായിട്ട് ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ അദ്ദേഹത്തിൻ്റെ സവാഇഖുൽ മുർസല എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ പറയുന്നുണ്ട്, ഫഹാദിൽ അസ്മാ അൽ അർബഅ മുത്ഖാബില, ഈ 4 നാമങ്ങൾ, അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ 4 നാമങ്ങൾ, അത് പരസ്പരം മുത്തഖാബിലത്തായിട്ടുള്ളതാണ്. അത് ഒന്നൊന്നിൻ്റെ എന്തായിട്ടുള്ള ഓപ്പോസിറ്റ് ആയിട്ടുള്ളതാണ്. ഉദാഹരണമായിട്ട് അൽ അവ്വൽ എന്നുള്ളത് ആഖിറിൻ്റെ ഓപ്പോസിറ്റാണ് അല്ലേ. അതുപോലെ തന്നെ അവാഹിർ അതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ളതാണെന്ത്? അൽ ബാത്തിൻ എന്നുള്ളത്. ഇസ്മാൻ ലി അജലി റബ്ബി വ അബദിഹി, 2 നാമങ്ങൾ അറിയിക്കുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ തുടക്കമില്ലാത്തവനാണ് എന്നതിനെ അറിയിക്കുന്നു. അതുപോലെ തന്നെ അറ്റമില്ലാത്തവനാണ്, അവൻ്റെ ഹയാത്തിന് അവൻ്റെ അഫ്ആലുകൾക്ക് ഒന്നും അറ്റമില്ല എന്നുള്ളതാണ്. അതുപോലെ തന്നെ അതിൽ 2 നാമങ്ങൾ വസ്മാനി ലി ഉലൂവിഹി വ ഖുർബിഹി, ഒന്ന് അള്ളാഹു എല്ലാ സൃഷ്ടികൾക്കും ഉപരിയിലാണ്, അവാഹിർ ഉപരിയിലാണ് എന്നുള്ളതിനെ അറിയിക്കുന്നു. 2ാമത്തേത് വ ഖുർബിഹി, അള്ളാഹു എല്ലാവർക്കും അടുത്താണ്, സമീപസ്ഥനാണ് എന്നത് അറിയിക്കുന്നു. എന്ന് പറഞ്ഞാൽ അവൻ്റെ ഇൽമ്, അവൻ്റെ അറിവ്, അതാണ് ഇവിടെ വീണ്ടും ബർബഹാരി റഹിമഹുല്ലാഹ് പറയുന്നത്, യഅലമു സിർറ വഅഖ്ഫ വഹുവ അലാ അർശിഹി ഇസ്തവ വഇൽമുഹു ബികുല്ലി മക്കാൻ, അള്ളാഹുവിൻ്റെ അറിവ് എല്ലാ സ്ഥലത്തുമുണ്ട് എന്നുള്ളത് നോക്കൂ. അപ്പോൾ വഇൽമുഹു ഫി കുല്ലി മക്കാൻ എന്നുള്ളത് നമ്മൾ സുഫിയാൻ സൗരി റഹിമഹുല്ലാഹ് പറഞ്ഞതായിട്ട്, തിർമിദി പറഞ്ഞതായിട്ടും ധാരാളം അയിമത്തുകൾ പറഞ്ഞതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇങ്ങനെ എന്താണ്? വഇൽമുഹു ബികുല്ലി മക്കാൻ വലാ യഖ്ലു മിൻ ഇൽമിഹി മക്കാൻ എന്ന് പറഞ്ഞതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അവൻ്റെ ഇൽമിൽ നിന്ന് ഒരു സ്ഥലവും ഒഴിഞ്ഞിട്ടില്ല എന്നുള്ളത്. എല്ലാ സ്ഥലത്തെ സംബന്ധിച്ചും എല്ലാ സംഗതിയെ സംബന്ധിച്ചും അള്ളാഹുവിൻ്റെ അറിവ് വലയം ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇത് വഹുവ മഅക്കും ഐനമാ കുൻതും എന്നുള്ളത് ആയത്തുണ്ട്. ഈ ആയത്തിൻ്റെ അവൻ നിങ്ങളെവിടെയാണോ അവിടെ അള്ളാഹു നിങ്ങളോടൊപ്പമുണ്ട് എന്ന് പറയുന്ന ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് മുഖാത്തിൽ പറഞ്ഞതായിട്ട് മാലിക് പറഞ്ഞതായിട്ടൊക്കെ നമുക്ക് ഇത് വാചകം കാണാൻ സാധിക്കും. എന്ത്? അള്ളാഹു റബ്ബുന ഇസ്തവ അലൽ അർഷ് വ ഇൽമുഹു ബികുല്ലി മക്കാൻ വലാ യഖ്ലു മിൻ ഇൽമിഹി മക്കാൻ. അള്ളാഹു അർഷിൻ്റെ സൃഷ്ടികൾക്കെല്ലാം ഉപരിയിലാണ്, പക്ഷേ ആ അറിവ് എല്ലാ സ്ഥലത്തുമുണ്ട്. അവൻ്റെ സ്ഥലം ഒരിടവും അവൻ്റെ അറിവിൽ നിന്ന് എന്താകുന്നില്ല, ഫ്രീ ആകുന്നില്ല എന്നുള്ളത് നോക്കൂ. അപ്പോൾ അള്ളാഹു അർഷിൻ്റെ ഉപരിയിലാണ് എന്ന് പറഞ്ഞിട്ടുള്ള കാര്യം, അള്ളാഹു ഉപരിയിലാണ് എന്ന് പറയുന്നത് ആ വിഷയം നമ്മുടെ വിശ്വാസപരമായ കാര്യങ്ങളിൽ ഏറ്റവും ക്ലിയർ ആയിട്ടുള്ള മസലയാണ്. ആ വിഷയത്തിൽ ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറയുന്നുണ്ട്, ഇന്നലി ഖൗലിന അൽഫ മിനൽ അദില്ലതി വൽ അൽഫാനി, നമ്മുടെ ഈ ഒരു നിലപാടിന്
1000 തെളിവുണ്ട്, പക്ഷേ 1000 അല്ല 2000 തെളിവുണ്ട് എന്ന് പറയുന്നു. വ്യത്യസ്തങ്ങളായ തെളിവുകളാണ് അള്ളാഹു ഉപരിയിലാണ് എന്നുള്ള കാര്യത്തിനുള്ളത്. അതുകൊണ്ട് തന്നെ ഇതിനെ നിഷേധിച്ചുള്ള മുത്തക്കല്ലിമുകളായ ആളുകൾക്ക്, മുഅ്തസിലികളാകട്ടെ അശ്അരികളാകട്ടെ, അവരെല്ലാം വളരെയധികം സംശയത്തിലാണ് എന്നുള്ളതാണ്. അപ്പോൾ എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു തആലയുടെ സിഫാത്തുകളെ സംബന്ധിച്ച് ബർബഹാരി റഹിമഹുല്ലാ പറയാണ്, വലാ യഖൂലു ഫീ സിഫാത്തി റബ്ബി തആല കൈഫ വലിമ ഇല്ലാ ശാക്കുൻ ഫില്ലാഹി തബാറക വതആല. റബ്ബ് സുബ്ഹാനഹു വതആലയുടെ സിഫാത്തുകളെ സംബന്ധിച്ച് പറയപ്പെട്ട് കഴിഞ്ഞാൽ, അള്ളാഹ്ക്ക് ഇന്ന സിഫത്തുണ്ട്, അള്ളാഹ്ക്ക് യദ്ദുണ്ട്, ഐനുണ്ട്, അതല്ലെങ്കിൽ അള്ളാഹു എന്ത് ചെയ്യും, അവൻ്റെ സിഫത്തിൽപ്പെട്ടതാണ് ഹർവലത്ത്, ഓട്ടം എന്നുള്ളത്, അവൻ കണക്കാൽ വെളിവാക്കും എന്നുള്ളത്. ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കൈഫ്, അതെങ്ങനെയാണ്, എന്തിനാണ്, അത് എങ്ങനെയാണ്, അതുപോലെ തന്നെ എന്തുകൊണ്ട് എന്ന് ചോദിക്കുക ആര് മാത്രമാണ്? അള്ളാഹു സുബ്ഹാനഹു തആലയുടെ വിഷയത്തിൽ സംശയാൽ മാത്രമേ അങ്ങനെ ചോദിക്കുകയുള്ളൂ. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു തആല അവൻ്റെ സിഫാത്തുകളുടെ കൈഫിയത്ത് ചോദിക്കാൻ പാടില്ല. അപ്പോൾ കൈഫ എന്നുള്ളത് സിഫാത്തുകളെ സംബന്ധിച്ചാണ് ചോദിക്കപ്പെടുക. ലിമ എന്ന് ചോദിക്കപ്പെടുക അവൻ്റെ പ്രവൃത്തികളെ സംബന്ധിച്ചാണ്. അപ്പോൾ അവൻ്റെ സിഫാത്തുകളെ സംബന്ധിച്ച് അത് എൻ്റെ രൂപം എങ്ങനെയാണ് എന്ന് ചോദിക്കാൻ പാടില്ല. അവൻ്റെ അഫ്ആലുകളെ സംബന്ധിച്ച് അത് എന്തിനങ്ങനെ ചെയ്യുന്നത് എന്ന് ചോദിക്കാനും പാടില്ല. അള്ളാഹു സുബ്ഹാനഹു തആല അവൻ ഫഅാലു ലിമാ യുരീദ്, അവൻ ഉദ്ദേശിക്കുന്ന അവൻ പ്രവർത്തിക്കുന്നു ഉദ്ദേശിക്കുന്ന സമയത്ത്. എന്നിട്ട് ബർബഹാരി പറയുന്നു, വൽ ഖുർആനു കലാമുല്ലാഹ് വതൻസീലുഹു വനൂറുഹു. പരിശുദ്ധ ഖുർആൻ അള്ളാഹുവിൻ്റെ കലാമാണ്, അത് അള്ളാഹു അവതരിപ്പിച്ചതാണ്, അവതീർണമായിട്ടുള്ളതാണ്. വനൂറുഹു, അത് അള്ളാഹു അവതരിപ്പിച്ചുള്ള പ്രകാശമാണ്. വന്നൂരില്ലദി അൻസൽന എന്ന് പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ടുള്ളതാണ്, നാം അവതരിപ്പിച്ചിട്ടുള്ള പ്രകാശം എന്നുള്ളത്. നിരവധി ആയത്തുകളിൽ, സൂറത്തുകളിൽ പ്രകാശമെന്ന് പരിശുദ്ധ ഖുർആനെ വിളിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഹയാത്ത് എന്ന് വിളിച്ചിട്ടുണ്ട്. അപ്പോൾ വലൈസ മഖ്ലൂഖൻ, അത് സൃഷ്ടിയല്ല. ലിഅന്നൽ ഖുർആന മിനല്ലാഹ്, കാരണം പരിശുദ്ധ ഖുർആൻ അള്ളാഹുവിൽ നിന്നാണ് വന്നിട്ടുള്ളത്, അവതരിക്കപ്പെട്ടിട്ടുള്ളത്. വമാ കാന മിനല്ലാഹി ഫലൈസ ബിമഖ്ലൂഖ്, അള്ളാഹുവിൽ നിന്നുള്ളത് ഒരിക്കലും സൃഷ്ടിയാവുകയില്ല. വഹാകദ ഖാല മാലിക് ഇബ്നു അനസ് വഅഹ്മദ് ഇബ്നു ഹംബൽ, അപ്രകാരമാണ് ഇമാം മാലിക് ഇബ്നു അനസും അഹ്മദ് ഇബ്നു ഹംബൽ റഹിമഹുമുല്ലാഹ് എല്ലാം പറഞ്ഞിട്ടുള്ളത്. വമൻ ഖബ്ലഹുമ അൽ ഫുഖഹാ വമൻ ബഅദഹുമ, അവർക്ക് മുമ്പുള്ള പണ്ഡിതന്മാർ, ശേഷമുള്ള പണ്ഡിതന്മാരൊക്കെ അതാണ് പറഞ്ഞിട്ടുള്ളത്. വൽ മിറാഉ ഫീഹി കുഫർ, ആ വിഷയത്തിൽ, ഖുർആൻ്റെ വിഷയത്തിൽ തർക്കിക്കുന്നത് അത് കുഫറാണ് എന്നുള്ള കാര്യവും പറഞ്ഞു. നോക്കൂ, അപ്പോൾ സിഫാത്തുകളുടെ വിഷയമാണ് പറഞ്ഞിട്ടുള്ളത്. അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ സിഫാത്തുകൾ, ആ വിഷയത്തിൽ ഇൽമുൽ കലാമിൻ്റെ മാർഗേണയുള്ള സംസാരങ്ങൾ, സലഫ് സാലിഹീങ്ങളുടെ മാർഗം മാറ്റിവെച്ചുകൊണ്ട്, ഖുർആനെയും സുന്നത്തിനെയും മാറ്റിവെച്ചുകൊണ്ട് ഇൽമുൽ കലാമിൻ്റെ രീതിയിലുള്ള സംസാരം അത് ബിദ്അത്താണെന്ന് പറഞ്ഞു. അത് ബിദ്അത്തുകളുടെ കൂട്ടത്തിൽ ഏറ്റവും കൂടിയ ബിദ്അത്താണ് എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ സിഫാത്തുകളെ സംബന്ധിച്ച് കൈഫ, അതിൻ്റെ കൈഫിയത്ത് ചോദിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. അതുപോലെ അഫ്ആലുകളെ സംബന്ധിച്ച് എന്തുകൊണ്ട് എന്ന് ചോദിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. അത് ഇമാം മാലിക് റഹ്മത്തുള്ളാഹി പറഞ്ഞതുപോലെ വസ്സുആലു അൻഹു ബിദ്അ, അതിനെ സംബന്ധിച്ച് ചോദിക്കുന്നത് ബിദ്അത്താണ് എന്ന് മാലിക് റഹ്മത്തുള്ളാഹി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അള്ളാഹുവിൻ്റെ സിഫാത്തുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട സിഫത്താണെന്ത്? കലാം എന്നുള്ളത്. നോക്കൂ, കാരണം ഈ കലാമിലാണ് ഒരുപാട് വിഷയങ്ങൾ കിടക്കുന്നത്. അള്ളാഹുവിൻ്റെ കലാമിനെ നിഷേധിച്ചാൽ ബാക്കിയുള്ള സിഫാത്തുകളെല്ലാം നിഷേധിക്കേണ്ടി വരും. വളരെ ഗൗരവമുള്ള വിഷയമാണ്. അതുകൊണ്ടാണ് ജഹ്മികളും മുഅ്തസിലികളും ഈ വിഷയത്തിന് അത്രമേൽ എന്ത് ചെയ്തിട്ടുള്ളത്, ഫോക്കസ് ചെയ്തിട്ടുള്ളത്. ഇമാം അഹ്മദ് ഇബ്നു ഹംബൽ, അതുപോലെ ഇമാം ഷാഫിഈ, ഇമാം ബുഖാരി, ഇങ്ങനെയുള്ള അയിമ്മത്തുകളൊക്കെ ഈ വിഷയത്തിൽ ഒരുപാട് എന്ത് ചെയ്തിട്ടുണ്ട്, പീഡനങ്ങൾ നേരിട്ടിട്ടുള്ളത് അള്ളാഹുവിൻ്റെ കലാമിനെ സ്ഥിരീകരിക്കുന്നതിന് വേണ്ടിയാണ്. അത് പരിശുദ്ധ ഖുർആൻ അള്ളാഹുവിൻ്റെ കലാമാണ്, അത് സിഫത്താണ്, മഖ്ലൂഖല്ല എന്ന് സ്ഥാപിക്കുന്നതിന് വേണ്ടിയാണ്.
ഇവിടെ ദാരിമി റഹ്മത്തുള്ള അദ്ദേഹത്തിൻ്റെ ബിശ്റുൽ മിറീസിക്കുള്ള മറുപടിയിൽ പറഞ്ഞിട്ടുണ്ട്, ജീവനുള്ളവനും ജീവനില്ലാത്തവനെയും വേർതിരിക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്താണ്? അത് സംസാരമാണ് അല്ലേ? അപ്പോൾ സംസാരം നിഷേധിച്ചു കഴിഞ്ഞാൽ പിന്നീട് അള്ളാഹുവിൻ്റെ മറ്റ് സിഫാത്തുകളെല്ലാം നിഷേധിക്കാൻ പറ്റും. മാത്രമല്ല അള്ളാഹുവിൻ്റെ സെട്ടിപ്പ് എങ്ങനെയാണ്? അള്ളാഹു കുൻ എന്ന് പറയുന്നതിലൂടെയാണ് അവൻ സൃഷ്ടിക്കുന്നത്. അപ്പോൾ സൃഷ്ടിപ്പിനെ പോലും എന്തു ചെയ്യും? നിഷേധിക്കലായിത്തീരുമെന്നുള്ളതാണ്. അപ്പോൾ വളരെ ഗൗരവമുള്ള വിഷയമാണ്. അപ്പോൾ ഇത് ഇമാം അഹ്മദ് ബിൻ ഹംബലിൻ്റെ മാത്രം ഒരു വിഷയമായിട്ട് ഒരിക്കലും കണക്കാക്കാവതല്ല. അതങ്ങനെ ചിത്രീകരിക്കാൻ നമ്മുടെ നാട്ടിലുള്ള അശ്അരികളും അതുപോലെ തന്നെ മറ്റ് ഇഖ്വാനികളൊക്കെ ശ്രമിക്കാറുണ്ട്. ഇത് ഇമാം അഹ്മദ് എന്ത് ചെയ്തതാണ്? ഈ വിഷയത്തെ അങ്ങ് വലുതാക്കിയതാണെന്നും അദ്ദേഹത്തിന് പീഡനം സഹിക്കേണ്ടി വന്നപ്പോൾ എന്ത് ചെയ്തതാണ്? അത് പേഴ്സണലായിട്ട് എടുത്തതാണ് എന്നുള്ള രീതിയിലൊക്കെ. അതുകൊണ്ടാണ് ഈ ഇമാം ബർബഹാർ റഹ്മത്തുള്ള അഹ്മദ് ബിൻ ഹംബലിന് മുമ്പായിട്ട് ആരെ പറഞ്ഞുള്ളത്? മാലിക് ബിൻ അനസിനെ പറഞ്ഞിട്ടുള്ളത്. ഇത് വെറും അഹ്മദ് ബിൻ ഹംബൽ മാത്രം എന്നുള്ള നിലപാടല്ല, മറിച്ച് വഹാകദ ഖാല മാലിക് ബിൻ അനസ് വഅഹ്മദ് ബിൻ ഹംബൽ വമൻ ഖബ്ലഹുമാ മിന അൽ ഫുഖഹാ വമൻ ബഅദഹുമാ, അവർക്ക് മുമ്പുള്ള അയിമ്മത്തുകൾ, ശേഷമുള്ള അയിമ്മത്തുകൾ, ഫുഖഹാക്കളൊക്കെ പറഞ്ഞു. ഇമാം ബുഖാരി അവസാനമായി എഴുതിയ ഗ്രന്ഥം, അദ്ദേഹം മരിക്കുന്നതിന് തൊട്ടു മുമ്പ് എഴുതിയിട്ടുള്ള ഗ്രന്ഥമാണ് ഖൽഖു അഫ്ആലിൽ ഇബാദ് എന്ന് പറയുന്ന ഗ്രന്ഥം. ആ ഗ്രന്ഥം എഴുതിയിട്ടുള്ളത് ജഹ്മികൾ കാഫിറുകളാണെന്ന് സ്ഥിരപ്പെടുത്താനും പരിശുദ്ധ ഖുർആൻ അള്ളാഹുവിൻ്റെ കലാമാണ് എന്നുള്ളത് സ്ഥിരീകരിക്കാൻ വേണ്ടിയാണ്. ആ ഗ്രന്ഥത്തിൽ മുൻകഴിഞ്ഞ അയിമ്മത്തുകൾ മുഴുവൻ സംസാരിച്ച് എന്ത് ചെയ്യുന്നുണ്ട്? ഇമാം ബുഖാരി എന്ത് ചെയ്തിട്ടുണ്ട്? അതിൽ ജംഅ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അത്രയധികം എഫേർട്ട് എടുത്തുകൊണ്ട് ഇമാം ബുഖാരി എഴുതിയിട്ടുള്ള ഗ്രന്ഥമാണത്. ഇൻഷാ അള്ളാഹ് ശർഹുൽ സുന്ന കഴിഞ്ഞാൽ മുഖ്യമായി നമ്മൾ വായിക്കാൻ ഉദ്ദേശിക്കുന്ന ഈ സിൽസിലയിൽ വരുന്നൊരു ഗ്രന്ഥമാണ് ഇമാം ബുഖാരിയുടെ ഖൽഖു അഫ്ആലിൽ ഇബാദ് എന്ന് പറയുന്ന ഗ്രന്ഥം. അപ്പോൾ പിന്നീട് അവസാനമായി പറഞ്ഞു വൽ മിറാഉ ഫിഹി കുഫർ, ഖുർആനിൽ തർക്കിക്കൽ അതെന്താണ്? കുഫറാണെന്ന്. അത് ഹദീസിൽ വന്ന പദമാണ്. ഇമാം അബൂദാവൂദ് റഹ്മത്തുള്ളാഹി അതുപോലെ അഹ്മദ് ബിൻ ഹംബൽ അത് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിച്ചിട്ടുള്ള ഹദീസാണ്. അൽ മിറാഉ ഫിൽ ഖുർആനി കുഫർ, പരിശുദ്ധ ഖുർആനിലുള്ള തർക്കങ്ങൾ, വിതർക്കങ്ങൾ കുഫറാണ് എന്നുള്ളത്. മാത്രമല്ല ആ സമാനമായിട്ട് അൽ ജിദാലു ഫിൽ ഖുർആനി കുഫർ എന്ന് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ലാ തദ്രിബുൽ ഖുർആന ബഅദഹു ബിബഅദ്, ഖുർആനിനെ ചിലത് കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യരുത്? എതിർക്കരുത്. ഫഇന്ന ദാലിക യൂഖിഉ ശക്ക ഫി ഖുലൂബിക്കും, അത് നിങ്ങളുടെ ഹൃദയങ്ങളിൽ സംശയമുണ്ടാക്കും. ഖുർആൻ കൊണ്ട് തർക്കിക്കുക, ഖുർആൻ കൊണ്ട് തമ്മിലടിക്കുക എന്നുള്ളത് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇത് മുൻകഴിഞ്ഞു പോയിട്ടുള്ള ജഹ്മികളുടെയും മുഅ്തസിലകളുടെയും വാദം മാത്രമല്ല, നമ്മുടെ നാട്ടിൽ നമ്മുടെ കൂടെ കഴിയുന്ന നമ്മുടെ നാട്ടിലുള്ള ഖുറാഫികളുടെ, അതുപോലെ തന്നെ തബ്ലീഗ് ജമാഅത്തിൻ്റെയും അങ്ങനെ മാതുരീദി അശ്അരികളുടെ എല്ലാം വാദം എന്താണ്? പരിശുദ്ധ ഖുർആൻ മഖ്ലൂഖാണ് എന്നുള്ളതാണ്. പക്ഷേ അത് നമ്മുടെ നാട്ടിൽ അത് അവതരിപ്പിക്കുന്ന സമയത്ത് തന്ത്രപൂർവ്വമാണ് അവതരിപ്പിക്കാറുള്ളത് എന്നുള്ളതാണ്. ശേഷം ഇവിടെ ബർബഹാരി റഹ്മത്തുള്ളാഹി പറഞ്ഞു വൽ ഈമാനു ബിർറുയതി യൗമൽ ഖിയാമ, അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ അഖീദയിൽ പ്രധാനപ്പെട്ട കാര്യമാണെന്ത്? ഖിയാമത്ത് നാളിൽ അള്ളാഹുവിനെ ദർശിക്കുക എന്നുള്ളത്, നേരിട്ട് കാണുക എന്നുള്ളത്. നമ്മൾ ഈ അമലുകളെല്ലാം ചെയ്യുന്നത് എന്തിനു വേണ്ടിയാണ്? നമ്മൾ ജീവിക്കുന്നത് എന്തിനു വേണ്ടിയാണ് അല്ലേ? എല്ലാം അള്ളാഹുവിനെ ദർശിക്കുന്നതിന് വേണ്ടി മാത്രമാണ് അല്ലേ? ഇന്നമാ നുത്ഇമുക്കും ലിവജ്ഹില്ലാഹ് ലാ നുരീദു മിൻകും ജസാഅൻ വലാ ശുകൂറ. ഇത് പരിശുദ്ധ ഖുർആനിലുടനീളം, ഹദീസുകളിലുടനീളം എല്ലാ സാലിഹീങ്ങളും അമ്പിയാക്കളും മുർസലീങ്ങളും എല്ലാവരും അമലുകൾ ചെയ്യുന്നതിന് എന്തിനു വേണ്ടിയാണ്? അള്ളാഹുവിൻ്റെ മുഖം കാണുന്നതിന് വേണ്ടിയാണ്. അപ്പോൾ ഇത് അഹ്ലുസുന്നത്തി വൽ ജമാഅത്ത് മാത്രം വിശ്വസിക്കുന്ന ഒരു കാര്യമാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. മറ്റുള്ളവരെല്ലാം ഇതിനെ എന്താണ്? നിഷേധിക്കുന്നു. ചിലരത് തന്ത്രപൂർവ്വം മറച്ചു വെക്കാൻ ശ്രമിക്കുന്നു. യറൗനല്ലാഹ അസ്സ വജൽ, മുഅ്മിനീങ്ങൾ എന്ത് ചെയ്യും? അള്ളാഹുവിനെ കാണും. 2 സ്ഥലങ്ങളിൽ വെച്ച് കാണും. ഒന്ന് മഹ്ശറിൽ വെച്ചുകൊണ്ട്, രണ്ടാമതായി സ്വർഗത്തിൽ വെച്ചുകൊണ്ട്. പിന്നീട് സ്വർഗത്തിൽ അള്ളാഹുവിനെ ദർശിക്കുക എന്നുള്ളത്
എല്ലാ വെള്ളിയാഴ്ച ദിവസവും അള്ളാഹുവിനെ ദർശിക്കാൻ സാധിക്കും. അതാണ് ലില്ലദീന അഹ്സനുൽ ഹുസ്ന വ സിയാദ. ഇഹ്സാൻ ചെയ്ത ആളുകൾക്ക് എന്തുണ്ട്? സ്വർഗമുണ്ട്, അതുപോലെ വസിയാദ, വർധനവുമുണ്ട് എന്ന് പറഞ്ഞു. ഇമാം മുസ്ലിം അത് വിശദീകരിച്ചു. ഹദീസ് കാണാൻ സാധിക്കും. അസ്സിയാദത്തു ഹിയ അൻ-നദറു ഇലാ വജ്ഹില്ലാഹി അസ്സ വജൽ. സിയാദത്ത് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ മുഖം ദർശിക്കലാണ്. നസ്അലുല്ലാഹ തൗഫീഖ്. അള്ളാഹു പറഞ്ഞു, വുജൂഹു യൗമഇദിൻ നാദിറ ഇലാ റബ്ബിഹാ നാദിറ. അന്നേ ദിവസം മുഖങ്ങൾ പ്രസന്നമായിരിക്കും മുഅ്മിനീങ്ങളുടെ, റബ്ബിലേക്ക് നോക്കിക്കൊണ്ട്, അള്ളാഹുവിനെ ദർശിച്ചുകൊണ്ട്. അതുപോലെ തഅരിഫു ഫീ വുജൂഹിഹിം നദറത്തൻ നഈം. അതുപോലെ ലഹും മാ യശാഊന ഫീഹാ വലദൈനാ മസീദ്. ഇതൊക്കെ ധാരാളം ആയത്തുകൾ കാണാൻ സാധിക്കും. അതുപോലെ കാഫറുകൾക്കുള്ള ഏറ്റവും വലിയ ശിക്ഷ എന്താണ്? നരകമല്ല, നരകത്തേക്കാൾ കൊടിയ ശിക്ഷ എന്താണ്? അള്ളാഹു പറഞ്ഞു, ഖല്ലാ ഇന്നഹും അൻ റബ്ബിഹിം യൗമഇദിൻ ലമഹ്ജൂബൂൻ. അന്നേ ദിവസം അവർ അവരുടെ റബ്ബിനെ തൊട്ട് മറയിടപ്പെട്ടവരായിരിക്കും എന്നുള്ളതാണ്. അള്ളാഹുവിനെ കാണാൻ സാധിക്കുകയില്ല എന്നുള്ളത്. ഇമാം ഷാഫിഈ റഹിമഹുല്ലാഹ് ഈ ആയത്ത് കൊണ്ട് തെളിവ് പിടിച്ചത് എന്താണ്? മുഅ്മിനീങ്ങൾക്കുള്ള ഏറ്റവും വലിയ നിഅമത്തായിരിക്കും അള്ളാഹുവിനെ ദർശിക്കുക എന്നുള്ളതിന് തെളിവ് പിടിച്ച ആയത്തുകളിൽ ഒരു ആയത്താണത്. നോക്കൂ, അപ്പോൾ എത്ര പ്രധാനപ്പെട്ട വിഷയമാണ്. മുതകല്ലിമുകളിൽപ്പെട്ട ഇൽമുൽ കലാമിൻ്റെ അനുയായിയായിട്ടുള്ള ഒരാളാണ് അബൂ ഹയ്യാൻ അത്ത്-തൗഹീദി. അയാൾ പറയുന്നു, ഇൽമുൽ കലാമിൽ പറഞ്ഞിട്ടുള്ളത് അള്ളാഹിനെ ദർശിക്കാൻ സാധിക്കില്ല എന്നാണ്. ഇൽമുൽ കലാമിനെ പൊളിക്കുന്ന സംഗതിയാണത്. അശ്അരി മുഅ്തസിലി ആശയങ്ങളുടെ കടക്കൽ കത്തിവെക്കുന്ന, അതിനെല്ലാം നിഷ്പ്രഭമാക്കി കളയുന്ന വിശ്വാസമാണ് അള്ളാഹുവിനെ ദർശിക്കുക എന്നുള്ളത്. ദർശിച്ച് അള്ളാഹു ദർശിക്കപ്പെടുന്നുണ്ടെങ്കിൽ അള്ളാഹുക്ക് സിഫാത്തുകൾ വേണം, ഈ തരത്തിൽ കാണപ്പെടുന്നവനായിരിക്കണം എന്നുള്ളതാണ് എല്ലാത്തിനും. അപ്പോൾ അബൂ ഹയ്യാൻ അത്ത്-തൗഹീദി എന്ന് പറയുന്ന ഈ മുതകല്ലിമുകളുടെ വഴിയെ സഞ്ചരിച്ച ആൾ പറയുകയാണെന്ത്, ഞാനത് വിശ്വസിക്കുന്നു, അങ്ങനെ വിശ്വസിക്കാതിരിക്കാൻ എനിക്ക് സാധിക്കുന്നില്ല എന്നുള്ളതാണ്. ഈ പ്രമാണങ്ങളെ ഞാൻ എന്ത് ചെയ്യുമെന്നാണ് എന്ത് ചെയ്യുന്നത് അദ്ദേഹം ചോദിക്കുന്നത്. അപ്പോൾ വളരെ പ്രധാനപ്പെട്ടുള്ള കാര്യമാണ്. യറൗന അല്ലാഹ ബിഅയുനി റൂസിഹിം. അവരുടെ തലകളിലുള്ള കണ്ണുകളുമായിട്ടാണ് കാണുക, അകക്കണ്ണ് കൊണ്ടല്ല, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കണ്ണുകൊണ്ടല്ല. നമ്മളുടെ തലയിലുള്ള നമ്മൾ എന്താണ് സാക്ഷാൽ കണ്ണുകൾ കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? അള്ളാഹുവിനെ ദർശിക്കുന്നത് എന്നുള്ളത്. ഇവിടെ പ്രധാനമായിട്ട് മറ്റൊന്ന് മനസ്സിലാക്കേണ്ടതാണ് യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ എന്ന് പറഞ്ഞാൽ ദുനിയാവിൽ അള്ളാഹുവിനെ കാണാൻ സാധിക്കുകയില്ല എന്നുള്ളതാണ്. ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി ഉദ്ധരിച്ചുള്ള ഹദീസ് കാണാൻ സാധിക്കും. വഅലമു അന്നകും ലൻ തറൗന റബ്ബക്കും ഹത്താ തമൂതു. നിങ്ങൾക്ക് മരിക്കാതെ നിങ്ങൾക്ക് ദുനിയാവിൽ വെച്ച് നിങ്ങളുടെ റബ്ബിനെ കാണാൻ സാധിക്കുകയില്ല എന്നുള്ളതാണ്. അപ്പോൾ വഹുവ യുഹാസിബുഹും ബിലാ ഹിജാബിൻ വലാ തുർജുമാൻ. അതുപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടികൾ എന്ത് ചെയ്യും? അവരോട് ഹിസാബ് നടത്തും, അത് മറയില്ലാതെ, അതുപോലെ തന്നെ ഇടനിലക്കാരനില്ലാതെ എന്നുള്ളതാണ്. ഇവിടെ ഖുർത്തുബി റഹിമഹുല്ലാഹ് വിശദീകരിച്ചത് ഹിസാബ് കഴിഞ്ഞിട്ടാണ് എന്ത് ചെയ്യുന്നത്? റുഅ്യത്ത്, മഹ്ശറിൽ വെച്ചിട്ടുള്ള റുഅ്യത്ത് എന്ന് പറയുന്നത്. അപ്പോൾ നോക്കൂ, മൂസ അലൈഹിസ്സലാത്തു വസ്സലാം അള്ളാഹുവോട് ആവശ്യപ്പെട്ടത് എന്താണ്? റബ്ബി അരിനി അൻദുറു ഇലൈക്. റബ്ബേ, എനിക്ക് നിന്നെ കാണിച്ചു തരണം, എനിക്ക് നിന്നെ നോക്കാൻ അങ്ങേയറ്റത്തെ കൊതിയുണ്ട് എന്നാണ് പറഞ്ഞത്. അപ്പോൾ അള്ളാഹു പറഞ്ഞു, ഖാല ലൻ തറാനി, നിനക്ക് എന്നെ കാണാൻ സാധിക്കുകയില്ല, വലാകിൻ അൻദുർ ഇലൽ ജബൽ, നീ പർവ്വതത്തിലേക്ക് നോക്കെന്നാണ് പറഞ്ഞത്. അപ്പോൾ എന്താണ്? പർവ്വതത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അള്ളാഹുവിൻ്റെ എന്താണ്? നൂറിനെ കണ്ടു എന്നാണ്, ഹിജാബായിട്ടുള്ള നൂറിനെ കണ്ടു എന്നാണ്. ആര്? മൂസ അലൈഹിസ്സലാം. എന്നിട്ട് ചില ആധാറുകൾ കാണാൻ സാധിക്കും, മൂസ അലൈഹിസ്സലാത്തു വസ്സലാമയ്ക്ക് പിന്നെ ആളുകളുമായിട്ടുള്ള മീറ്റിംഗ് വളരെ എന്താണ്? വഹ്ശത്ത് അനുഭവപ്പെട്ടു എന്നുള്ളതാണ്. കാരണം അള്ളാഹുവിനെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ യാതൊന്നിലും നമുക്കെന്തില്ല? ആസ്വാദനമില്ല എന്നുള്ളതാണ്. അപ്പോൾ വളരെ പ്രധാനപ്പെട്ടുള്ള വിഷയമാണ് അശ്അരി, മുഅ്തസിലി അഖീദകളുടെ എല്ലാം തകർക്കുന്ന അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിൻ്റെ ഏറ്റവും വലിയ
അവർക്ക് മാത്രമായിട്ടുള്ള അഖീദയാണ് അള്ളാഹുവിനെ ഖിയാമത്ത് നാൾ ദർശിക്കുക എന്നുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദുആയായിരുന്നു അല്ലാഹുമ്മ ഇന്നി അസ്അലുക ലദ്ദത്തൻ നദ്രി ഇലാ വജ്ഹിക്. റബ്ബേ, ഞാൻ നിന്നോട് ചോദിക്കുന്നു നിൻ്റെ മുഖം ദർശിക്കാനുള്ള അതിൻ്റെ ആസ്വാദനത്തിനുള്ള തൗഫീഖ് എനിക്ക് നീ നൽകണമേ എന്നുള്ളത് ഇമാം അഹ്മദ് അമ്മാർ ഇബ്നു യാസിർ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്ത ഹദീസിൽ ഉദ്ധരിച്ചതാണ്. അടുത്തതായിട്ട് ഖാല റഹിമഹുല്ലാഹു വൽ ഈമാനു ബിൽ മീസാൻ യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ മീസാൻ ഉണ്ട് എന്നുള്ള കാര്യം നമ്മൾ വിശ്വസിക്കണം. അത് നിരവധി ആയത്തുകൾ വന്നുള്ളതാണ്. വൽ വസ്നു യൗമ ഇദിനൽ ഹഖ്, യൗമ ഇദിനൽ ഹഖ്, അന്നേ ദിവസം വസ്നുണ്ട്, മീസാനുണ്ട്, തൂക്കമുണ്ട് എന്നുള്ള കാര്യം സത്യമാണ്. അതുപോലെ തന്നെ ഫഅമ്മാ മൻ തഖുലത് മവാസീനുഹു ഫഹുവ ഫീ ഐശത്തി റാദിയ, മീസാന് കനം തൂങ്ങിയവർ അവർ തൃപ്തമായ ജീവിതത്തിലായിരിക്കും. വഅമ്മാ മൻ ഖഫത് മവാസീനു, എന്നാൽ മീസാനിൽ കനം കുറഞ്ഞ ആളുകൾ അവർക്ക് നരകമായിരിക്കും എന്നുള്ളത് പറഞ്ഞു. യൂസനു ഫീഹിൽ ഖൈർ വശർ, അതിൽ നന്മയും തിന്മയും തൂക്കപ്പെടും. ലഹു കിഫത്താനി വലിസാൻ, ഇവിടെ മീസാനിന് ഖിയാമത്ത് നാളിൽ അതിനെന്തുണ്ട്, 2 ത്രാസുകളുണ്ട് എന്നുള്ളതാണ്. അതുപോലെ തന്നെ നാവുണ്ട് എന്നുള്ളത്. അപ്പോൾ ഒരു തട്ടിൽ എന്ത് ചെയ്യും, നന്മ തൂക്കപ്പെടും, ഒരു തട്ടിൽ തിന്മ തൂക്കപ്പെടും എന്നുള്ളതാണ്. നമുക്ക് ഹദീസുകളുടെയും ആയത്തുകളുടെയും വെളിച്ചത്തിൽ നമുക്ക് കാണാൻ സാധിക്കും 3 കാര്യങ്ങളാണ് തൂക്കപ്പെടുക. ഒന്ന് എന്താണ്, അമലുകൾ തൂക്കപ്പെടും. അമലുകൾ രേഖപ്പെടുത്തിയിട്ടുള്ള ഏട്ടുകൾ തൂക്കപ്പെടും. അതുപോലെ തന്നെ അമലുകൾ പ്രവർത്തിച്ചിട്ടുള്ള വ്യക്തികളും തൂക്കപ്പെടും എന്നുള്ളതാണ്. അപ്പോൾ വളരെ വ്യക്തമായിട്ടുള്ള വിഷയമാണ്. ഈ വിഷയത്തിൽ നമുക്ക് ധാരാളം ഹദീസുകൾ എന്ത് ചെയ്യാൻ പറ്റും, അതുപോലെ തന്നെ ആയത്തുകൾ കാണാൻ സാധിക്കും. നമുക്ക് ഇന്ന് ഇവിടെ വെച്ച് നിർത്താം. അല്ലാഹു സുബ്ഹാനഹു തആല അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ അഖീദ പഠിക്കാനും അത് മുറുകെ പിടിച്ച് ജീവിച്ച് മരിക്കാനുമുള്ള തൗഫീഖ് നമുക്ക് എല്ലാവർക്കും നൽകുമാറാകട്ടെ. വഹാദ വല്ലാഹു ആലം വസല്ലല്ലാഹു വസല്ലം അലാ നബീന മുഹമ്മദ് വൽഹംദുലില്ലാഹി റബ്ബിൽ